വലിയ വെല്ലുവിളി ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതും ശ്രദ്ധേയമാണ്. അയത്തുള്ള അലി ഖമേനിയുടെ രക്തത്തിന് പകരം ചോദിക്കുമെന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. യുദ്ധത്തിൽ അമേരിക്ക തോറ്റെന്നും പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കുന്നുണ്ട്. രക്തത്തിന് പകരം ചോദിക്കുമെന്ന് പറയുമ്പോൾ ജെറുസലേം മോചിപ്പിക്കുന്നതിലൂടെയാണ് ഇത്തരത്തിലുള്ള പ്രതികാരത്തിലേക്ക് ഇറാൻ പോവുക എന്നാണ് ഇപ്പോൾ പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കുന്നത്. യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വലിയ പരാജയമുണ്ടായി, അതാണ് അമേരിക്ക ഒപ്പിട്ട ധാരണയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന പശ്ചാത്തലം പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം, യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധത്തിന്റെ അവസാനവുമായി ബന്ധപ്പെട്ട് ഒപ്പിട്ട കരാറിൽ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ ഇറാൻ സമ്മതിച്ചു എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അത് അനുവദിക്കില്ല എന്നും ഇറാൻ പാർലമെന്റ് വ്യക്തമാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അജയ് സുധാ ബിജു, ഇത് വളരെ പ്രധാനമാണല്ലോ. കാരണം ഇത്തരം പ്രശ്നങ്ങൾക്ക് നമുക്കറിയാം, ഇറാന് ഉണ്ടാക്കിയ വല്ലാത്ത മാനസിക സംഘർഷം, വലിയ തിരിച്ചടി, തങ്ങളുടെ പരമോന്നതാവിനെ വധിക്കുക എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാനിരിക്കെ വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് ഇറാൻ. അത് പ്രത്യേകിച്ചും അത് ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേലിനെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ അമേരിക്കയുമായി ഒരു സമാധാന കരാറുണ്ടാക്കി മുന്നോട്ട് പോകാൻ ഇറാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേലിനോട് അവർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കില്ല. ഇസ്രായേലിനോട് വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു വൈരാഗ്യം ഇറാനുണ്ട്. അതുമാത്രമല്ല, നിലവിൽ മുജിതബ ഖമനെ ഇപ്പോൾ അയത്തുള്ള അലി ഖമനെ കൊലപ്പെടുത്തിയ ആ ഒരു വലിയ ആക്രമണം അത് ഇറാൻ ഒരിക്കലും മറന്നിട്ടില്ല. അതുതന്നെയാണ് ഇപ്പോൾ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള എം.ബി. ഗാലിബാഫും ഇപ്പോൾ എടുത്തു പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇസ്രായേലിന് ശക്തമായിട്ടുള്ള മറുപടി കൊടുക്കും, അയത്തുള്ള അലി ഖമനയുടെ രക്തത്തിന് പകരം ചോദിക്കും എന്നുള്ളതാണ്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ജെറുസലേം മോചിപ്പിക്കും എന്നുള്ള ഒരു അതിര് കടന്നിട്ടുള്ള ഒരു അവകാശവാദം കൂടി എം.ബി. ഗാലിബാഫ് ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ജെറുസലേം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിടെ ഇപ്പോൾ ജൂതന്മാരുടെയും അതുപോലെ തന്നെ ഈ ഇസ്ലാമിക ആചാരപ്രകാരമുള്ള നിരവധി പുണ്യസ്ഥലങ്ങൾ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. മുൻപ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് എല്ലാ മതസ്ഥരും ഒന്നിച്ചെത്തുകയും ആരാധന നടത്തുകയും ഉൾപ്പെടെ ജെറുസലേമിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ നിലപാടുകൾ ഈ ഗൾഫ് യുദ്ധത്തിനൊക്കെ ശേഷം ഈ നിലപാടുകൾ എല്ലാ രാജ്യങ്ങളും കൂടുതൽ കടുപ്പിച്ചതിന് ശേഷം ഈ ജെറുസലേമിലെ സുരക്ഷയൊക്കെ ഇസ്രായേൽ ഒരുപാട് വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിന് മുൻപേ ആക്രമണം നടന്നപ്പോൾ ജെറുസലേമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ പലതരം ആക്രമണങ്ങൾ ഉൾപ്പെടെ നടത്തി. അപ്പോൾ ഈ ജെറുസലേം മോചിപ്പിക്കുമെന്ന് പറയുമ്പോൾ അവിടെ ആരാധന നടത്താൻ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് മാത്രം ഒരു അനുമതി നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക, ഇറാന് ഇതിലൂടെ വലിയൊരു നേട്ടമുണ്ടാക്കുക, ഇതിലൂടെ അയത്തുള്ള അലി ഖമനയുടെ മരണത്തിന് പകരം ചോദിക്കുക, ഇതെല്ലാമാണോ ഇത്തരം ഒരു പ്രസ്താവനയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു പ്രസ്താവന അത് മാത്രമല്ല, ഇപ്പോൾ നിലവിൽ ഇറാനിലെ ഭരണകൂടം നോക്കുകയാണെങ്കിൽ അമേരിക്ക അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്നുവെങ്കിലും ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത് ഈ ശരിയ ലോ അടക്കം ഫോളോ ചെയ്യുന്ന കൃത്യമായിട്ട് ഇസ്ലാമിക് റവല്യൂഷന് ശേഷം നിലവിൽ വന്നിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ്. ആ സിസ്റ്റത്തിൽ മാറ്റം കൊണ്ടുവരുത്താൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കാരണം തന്നെ ഈ ഒരു വെല്ലുവിളി അത് ഗൗരവത്തോടെ കാണേണ്ട ഒന്ന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.